ഞാൻ നിൽക്കുന്നത് വോട്ട് നഷ്ടപ്പെട്ട 91 വയസ്സുള്ള പായമ്പുറത്ത് ജാനകിയമ്മയുടെ വീട്ടിലാണ്. ഇവരൊക്കെ തന്നെ ഒരു നാട്ടുകാരാണ്. ഇവർക്ക് പരസ്പരം പരിചയമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അമ്മയ്ക്ക് ഏതായാലും ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി ഈ തപാൽ വോട്ട് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചതുകൊണ്ട് ഇനി ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല. ഈ ജാനകിയമ്മനെ അറിയാവോ? കൊടശ്ശേരി ജാനകിയമ്മനെ അറിയാവോ അമ്മയ്ക്ക്? കൊടശ്ശേരി ജാനകിയമ്മ എൻ്റെ വീട്ടിലടുത്താ. ആ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അറിയാം. പിന്നെ ഓല് കൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ കുട്ടിയെ കൂടുമോ? അപ്പോൾ മോനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഈ ആമ്പറം മറച്ചതാണോ അത്? അതിനുകൊണ്ട് ഇത് തന്നാൽ വന്നതല്ല. കൊടശ്ശേരി ജാനകിയമ്മേൻ്റെ വയസ്സു പായമ്പുറത്തെ ജാനകിയമ്മേൻ്റെ വയസ്സു തെറ്റിപ്പോകുമോ? ഓക്ക് എനിക്ക് ഇത്രയും വയസ്സായി നിൽക്കില്ലേ? അതുകൊണ്ട് എനിക്ക് കൽപ്പിച്ചുകൂടി ചെയ്തതാ. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അവനോട് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വന്നു പോയില്ലേ, ഇനി പോട്ടെ. ഞാനിപ്പോൾ എന്ത് പറയാനോ, നമുക്കൊന്നും പറയാൻ പറ്റുമോ? ആർക്ക് വന്നാലും പത്തിന് പോയാലും ഇപ്പൊക്ക് ഒരു ക്ഷമ വേണ്ടേ? അതുകൊണ്ട് ഇനി അങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ല നിങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുന്നുണ്ടെങ്കിലോ ഞാൻ വോട്ട് ചെയ്യുകയും ചെയ്യൂ. അല്ല, പക്ഷെ അങ്ങനെ ആള് മാറി വോട്ട് ചെയ്തുകൊണ്ട് അമ്മയ്ക്കിന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല നിയമപ്രകാരം. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യണ്ട. പിന്നെ വോട്ട് ചെയ്യാനോ? അങ്ങനെ വന്നുപോയി. ഇവരൊക്കെ പരാതി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞ, LDFന്റെ പ്രവർത്തകർ പരാതി കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞ. ആ വലിയ മോൻ ഇന്നലെ പറഞ്ഞേനു അങ്ങനെ ചെയ്യണോ, അങ്ങനെ പറ്റില്ല, എൻ്റെ അമ്മേൻ്റെ വോട്ട് ചെയ്യണോ. അമ്മ നേരത്തെ കൊല്ലം കിടന്നെങ്കിലല്ലേ ഉള്ളൂ വരുന്നതിന്. അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് തട്ടിക്കടൊന്നുമില്ല, അമ്മ ചെയ്യണോ എന്ന് മൂത്ത മോൻ പറഞ്ഞു. ഒന്നിപ്പോൾ ഇങ്ങനെ അവൻ വന്ന് പറഞ്ഞതിനെ കൊണ്ട് പറഞ്ഞു ഒന്നും ഉണ്ടാണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന LDF സ്ഥാനാർത്ഥി എളമ്പരം കരീമിൻ്റെ ബൂത്ത് ഏജന്റ് ഇവിടെയുണ്ട്. ഇദ്ദേഹമാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചത്. ആ സമയത്ത് ഈ കൊടശ്ശേരി ജാനകിയമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊടശ്ശേരി ജാനകിയമ്മ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇതല്ലല്ലോ നിൻ്റെ പിന്നെ ഇതിൽ വന്ന ലിസ്റ്റിൽ വന്നത് പായമ്പുറത്ത് ജാനകിയമ്മയാണല്ലോ. അപ്പം പിന്നെ ഇത് കൊടശ്ശേരി ജാനകിയമ്മയാണ്, അപ്പോൾ നിങ്ങൾ തെറ്റിയതാണ്, അപ്പം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഈ ജാനകിയമ്മയുടെ അടുത്ത് വന്നിട്ടാണ് ഒപ്പ് വാങ്ങിയത്. അവർ ID കാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ ആധാർ കാർഡ് ആണ്, ആധാർ കാർഡായിട്ട് ഒത്തു നോക്കി ഇവരെ കയ്യിലുള്ളതും അമ്മ തന്ന ആധാർ കാർഡായിട്ട് ഒത്തു നോക്കിയിട്ടാണ് അവരത് ചെയ്യിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, കാരണം ക്രമ നമ്പർ 74 പായമ്പുറത്ത് ജാനകിയമ്മയാണ്, അപ്പോൾ നിങ്ങളുടെ തെറ്റിയാണ്, വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സമ്മതിക്കാൻ തയ്യാറായില്ല അല്ലേ? അല്ല, അവരന്നേരം ഒന്നും തയ്യാറില്ല. അവർ ഇതന്നെയാണ് കൃത്യമാണ്, പേര് മാത്രം അല്ല, പേര് മാത്രമാണ് മാറിപ്പോയത്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെയാണ് അത് കൊടശ്ശേരി ജാനകിയമ്മയാണ്, പായമ്പുറത്ത് ജാനകിയമ്മ അല്ല ഇത് ഞാൻ വാങ്ങിയതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അന്നേരം തന്നെ ഇതെന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, അപ്പോൾ അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. കാരണം അവർക്ക് അന്നേരം തന്നെ നോക്കേണ്ട കാര്യമുള്ളൂ. കാരണം അവർക്ക് ആ വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ട് 74ാമത്തെ ക്രമ നമ്പർ പിന്നെ ജാനകിയമ്മ പിന്നെ പായമ്പുറത്താണ്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതും കൂടെ മുതലാതെ ആ ഓഫീസർമാരടക്കം പിന്നെ നമ്മുടെ വോട്ടർ ലിസ്റ്റ് അവരുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ BLO പറഞ്ഞതിനനുസരിച്ചാണോ ഇത് ചെയ്യേണ്ടത്? അതല്ല, അവർക്ക് നമ്മൾ ഒബ്ജക്ഷൻ പറയുന്ന സമയത്ത് ഇത് എന്തെങ്കിലും പ്രയാസമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണ് തെറ്റായിരിക്കും എന്നുള്ള ബോധ്യം അവർക്കില്ല, വേണമല്ലോ. അതാണല്ലോ ആ വോട്ടർ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്താണെന്ന് തോന്നുന്നുണ്ട്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം BLA പറഞ്ഞു ഈ വ്യക്തിയല്ല, കാരണം BLA അല്ലേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആളുകളെ, അതിനാണല്ലോ BLAനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം BLA പറഞ്ഞു, നിങ്ങൾ നോക്ക്, വോട്ടർ ലിസ്റ്റ് നോക്ക്, ഇതല്ല ഈ വ്യക്തിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നോക്കി കൺഫേം ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിൽ വോട്ടർ ലിസ്റ്റ് പോലും ഇല്ല. വോട്ടർ ലിസ്റ്റ് ഇല്ലാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരും BLOയും എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, പരാതി കൊടുക്കും. പിന്നെ ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുക്കുന്നുണ്ട്. ഇടപെട്ടിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.